അതൊക്കെ തിന്നിട്ടേ ഞാൻ അടുത്തത് തരുന്നുട്ടാ. എൻ്റെ അത്യാവശ്യം നടന്നുണ്ട്. കളയാ താഴത്തേക്ക് പുറത്തേക്ക് ഇടുകയൊക്കെ. നിങ്ങളിവിടെ കോഴിക്ക് തീറ്റിട്ട് കൊടുത്തിട്ട് നിൽക്കുക. ഞാൻ എവിടെയൊക്കെ നോക്കുക ബാക്കിലൊക്കെ, നിങ്ങളെ കാണാനില്ല. അത് കോഴിയെ തീറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ വാങ്ങിയിട്ട് വന്നുള്ളൂ. അത് തീറ്റ കൊടുക്കാൻ വേണ്ടി നിന്നു. എന്ത് പറ്റി? അതേ, നോമ്പ് കഴിഞ്ഞടങ്ങി, പെരുന്നാൾ വന്നടങ്ങി. എന്തെങ്കിലും മോളുടെ അടുത്തേക്ക് പോകണ്ടേ? ഞാൻ സക്കാത്ത പൈസ ആണെങ്കിൽ കൊടുത്തിട്ടില്ല. ഡ്രസ്സ് ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കുക, അതിനും പറ്റിയിട്ടില്ല. എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടാ? നിങ്ങൾ കോഴിന് തീറ്റ കൊടുത്തിട്ട് നിങ്ങൾ നിൽക്കുക. ഞാൻ ബാക്കിൽ അവിടെയൊക്കെ പോയി നോക്കുക. മനസ്സിനൊരു സമാധാനം ഇല്ല. അല്ലെങ്കിൽ നമ്മൾ മോൾക്ക് ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കൊല്ലത്തിനൊരു പെരുന്നാൾ വരുന്നതിന് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആ കുട്ടിക്ക് അല്ലാണ്ട് എന്നൊരു തൊഴിലപ്പെടണം. അത് ഇതിൻ്റെ പേരിൽ ഇനി അതിന് കൂട്ടി കൊടുക്കണ്ട. അല്ലടി, കല്യാണം കഴിഞ്ഞിട്ട് 4-5 കൊല്ലം കഴിഞ്ഞില്ലേ? ഈ പുതിയ കല്യാണം കഴിഞ്ഞ പോലെ ഒരു കൊല്ലമായിട്ടുള്ള 14 ഡ്രസ്സ് കൊണ്ടുപോകുന്ന പോലെ ഈ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒന്ന് പറയുന്നത്. അതിന് മരുമകനോടുള്ളതല്ലേ, മരുമകൻ എടുത്തു കൊടുക്കും. ഇനി നമ്മളൊന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 കൊല്ലം 2 കൊല്ലം ശരി, 3 കൊല്ലവും ശരി. 4 കൊല്ലം കഴിഞ്ഞ് ഇനിയും വരുന്ന ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കാൻ ഇതെന്നെ പണി. ഇപ്പം അതിനുള്ള വരാകില്ല, കച്ചവടമില്ല, പണവുമില്ല. ഓരോ കൊല്ലം എത്തുമ്പോൾ പെരുന്നാൾക്ക് അവർക്ക് മാത്രം കൊടുത്താൽ മതിയാണ്. നമുക്ക് കുടുംബത്തിൽ എത്ര പേരുണ്ട്, അവർക്കൊക്കെ ഡ്രസ്സ് എടുക്കണ്ടേ? ഇനിയിപ്പോൾ പെരുന്നാൾക്ക് ഇനി അവർ മരുമകൻ എടുത്ത് കൊടുത്തോളും. നമ്മുടെ കുടുംബത്തിന് എത്ര പേരുണ്ട്, അവർക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ കാശ് എവിടെ നിന്നാണ് വരുന്നത്? വരുമാനം ഇല്ലല്ലോ, അതിനനുസരിച്ച് ചിലവ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം എടുത്തു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷെ ഉള്ള കാലത്തൊക്കെ നമ്മൾ എടുത്തു കൊടുത്തില്ലേ? ഇപ്പം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉള്ളത് നമുക്ക് ഇവിടെ പെരുന്നാളൊക്കെ കുറച്ച് ഡ്രസ്സ്, ഇല്ലാത്ത ഡ്രസ്സുകളൊക്കെ ഏകദേശം എടുത്തിട്ട് മരുമകൻ പിന്നെ മകൾക്കൊക്കെ വാങ്ങി കൊടുത്തോളൂ. നിങ്ങൾ എന്തിട്ട് വർത്താനം പറയുന്നു? നമ്മുടെ മോൾക്ക് നമ്മൾ തന്നെ കൊടുക്കണ്ടേ? അവൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടാ? അവർ അടുത്ത അനിയത്തിമാരും എല്ലാവരും കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മുടെ മോള് വേറെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മോൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് മരുവനിക്കായാലും ഉണ്ടാവില്ലേ? അവൾക്ക് 6 നോരണമൊന്നും ഇല്ലല്ലോ, ആകെ ഒരെണ്ണം തന്നെ ഉള്ളൂ. അവൾക്കും ആ കുട്ടികൾക്കും മരുവനിക്കും കൊണ്ട് കൊടുത്താൽ കഴിഞ്ഞില്ലേ? കൊല്ലത്തിനൊരിക്കലേ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതെങ്ങനെ നമ്മൾ ചെയ്യണ്ടേ എന്ന് എന്തെങ്ങനെ പറയണേ? നീ എന്താ പറഞ്ഞത്? എടുത്തു കൊടുക്കണം. എവിടെ നിന്ന് കാശ്? ഞാൻ എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇത്ര നേരം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അവനോടൊന്ന് പറഞ്ഞിട്ടേ, അവനോടൊന്ന് എന്തായാലും ഇപ്പോൾ ഈ പ്രാവശ്യം നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവനോട് പറഞ്ഞിട്ട് അവൻ്റെ കാശുണ്ടെങ്കിൽ അവനോട് കൂടി സാധനങ്ങൾ എടുത്തിട്ടേ നീ അവനെ കൊണ്ട് കൊടുക്കും. അവിടെ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ വരാം, എൻ്റെ അടുത്ത് പാകില്ല. ഇവിടത്തേക്ക് ഡ്രസ്സ് എടുക്കുന്നതിന് അത്യാവശ്യം കാശ് വരും. അതെന്നെ നുള്ളിപ്പറക്കിയിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് വേണം ചെയ്യാൻ. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അത് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ എന്നോട് ചൂടായാൽ പോരാ. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നേ വേണം. കടോ കള്ളിയോ ചെയ്യാനുള്ളത് ചെയ്യുന്നതാണ്. എനിക്ക് ഒരെണ്ണം തന്നെ ഉള്ളൂ. എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ മോനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നിട്ട് ശരിയാകുകയാണെങ്കിൽ പോയിട്ടേ അത് കൊടുത്ത സമാധാനമായില്ലേ? എന്നാൽ പോയിട്ട് വരാം. തിന്നോ, വൈക്കോലൊക്കെ തിന്ന് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് കിടക്കുക. ഒന്നും വേണ്ട. അതേ, പാടത്തേക്ക് പോകാൻ സമയമായി. ബാബാ. മോനെ. അതെ, എന്തേ മോനെ വിളിച്ചതേ, പൈസ നീ ഒരു 5000 റുപ്യ തന്ന മോനെ. എന്നാലും എൻ്റെ പെങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം. ഉപ്പാൻ്റെ കയ്യിൽ ചോദിച്ചപ്പോൾ ഉപ്പാൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഉപ്പാൻ്റെ അടുത്ത് പണിയില്ലാണ്ടിരിക്കുകയല്ലേ. മോൻ ഉണ്ടെങ്കിൽ ഒരു 5000 റുപ്യ കാട്ടും. ഉമ്മ അവൾ പോയി കണ്ടിട്ടേ പെരുന്നാൾ ഡ്രസ്സും കൊടുത്ത് ഇത്തിരി സക്കാത്ത പൈസയും കൊടുത്തിട്ട് വരാം. 5000 രൂപയോ? എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഉമ്മ പൈസയൊക്കെ? അതും പെരുന്നാളാണ് വരുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ചിലവും കാര്യങ്ങളില്ലേ? പെങ്ങൾക്ക് ഇപ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ട. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അളിയെ എടുത്ത് കൊടുക്കൂലേ? പിന്നെ ഇതിന് എല്ലാ കൊല്ലം ഉമ്മ എടുത്തിട്ട് ഇങ്ങനെ ഡ്രസ്സും കൊണ്ട് ഇങ്ങനെ പോണത്? അതൊന്നും എടുത്ത് കൊടുക്കണ്ട, എൻ്റെ ഒന്നും പൈസ ഇല്ല. എന്താ മോനെ നീ ഇങ്ങനെ പറയണേ? ആകെ കൂടിയുള്ളൊരു പെങ്ങളല്ലേ വരാനും പോകാനും ഉള്ളത്. അവൾക്കൊരു കൊല്ലത്തിനൊരു ഡ്രസ്സ് എടുത്ത് കുട്ടിക്ക് ഉള്ളതെടുത്ത് ആ മരുവനിക്ക് ഉള്ളതെടുത്തിട്ട് കൊണ്ടു കൊടുക്കുക ഒരു ചുമതലയല്ലേ മോനെ? അതെന്താ നീ ഇങ്ങനെ പറഞ്ഞു? ഉപ്പ പറയണ പോലെ നീയും പറയണേ. എങ്ങനെ സ്നേഹിച്ച് നടന്ന കുട്ടികളാണ് നിങ്ങൾ? കെട്ടിക്കൊടുത്ത് പറഞ്ഞാൽ എല്ലാം അതോടെ പോകുമോ? ഒന്നും പറയാനിട്ട് കാര്യമില്ല. ഉമ്മ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്ത് ചെയ്യാനാ? ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? മോൻ പൈസ കാട്ടിയ ഉണ്ടെങ്കിൽ ഒരു 5000 റുപ്യ എനിക്ക് താഴെ. നോമ്പും പെരുന്നാൾ നോമ്പ് കഴിഞ്ഞടങ്ങി, പെരുന്നാൾ വന്നടങ്ങി. അതെ, കൊണ്ടു കൊടുക്കാനുള്ളത് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ. നമ്മുടെ വിഷമങ്ങൾ ഇന്ന് മാറും.
നാളെ കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. ഇന്ന് കൊടുക്കണത് ഇന്ന് തന്നെ കൊടുക്കണം, ഇന്ന് ചെയ്യണത് ഇന്ന് തന്നെ ചെയ്യണം. അങ്ങനെയാണ്. ഉപ്പ കൈമലത്തിയ പോലെ നീയും കൈമലത്തല്ലേ. എന്നാൽ പിന്നെ ഞാനേ ആ പൈസ നിന്നിട്ട് ഞാൻ ഉമ്മാനെ കൊണ്ടാക്കി തരാം. ഉമ്മ ഒരു കാര്യം ചെയ്യുക പൊന്നെ, എൻ്റെ മോനിക്ക് ഇവിടെയൊക്കെ ചെയ്തിട്ട് പണിക്കും പോകേണ്ടതല്ലേ. ഇതൊക്കെ ചെയ്തിട്ട് പണിക്കും പോകുമ്പോൾ നേരെ ഒരുപാട് വൈകില്ലേ. ഉമ്മാനെയും കൊണ്ടാക്കിയിട്ട് ഒരു കാര്യം ചെയ്യും, ഉമ്മ പോവുക, ഉമ്മ കൊണ്ടു കൊടുത്തിട്ടേ ഉമ്മ വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കല്ലേ. എൻ്റെ മോൻ പെട്ടെന്ന് പിന്നെ ഓടാൻ നിൽക്കണ്ടേ. അപ്പോൾ വേണ്ട, ഉമ്മ പൊക്കോണ്ട് നീ ആ പൈസ തന്നാ ഉമ്മ പോവുക. എൻ്റെ അമ്മ ഇതൊക്കെ ചെയ്തങ്ങാണ്ട് പണിക്ക് പോയിക്കുക. അപ്പോൾ ആ കാണെങ്കിൽ പണിയില്ലാണ്ടിരിക്കുകയല്ലേ. മോനും കുടുംബത്തിൽ ഇരുന്നാൽ എന്താ ചെയ്യുക, പെരുന്നാളല്ലേ വരുന്നേ. നമ്മ പിന്നെ നോക്കി ശ്രദ്ധിച്ച് പോയിട്ട് പോയേട്ടാ. ഞാൻ അവരെ പിടിച്ച് അപ്പുറത്തേക്ക് കെട്ടിയിട്ടേ ഞാൻ വരാം. ആ ശരി എന്നാ അമ്മ ബായ്. ബാ ബാ. ഈ കാണുന്ന മേലല്ലേ നിങ്ങൾ പാഴ്ച മേലല്ലേ? ഉണ്ട്. ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിൽ ഞാൻ ഫുള്ള് ഡോക്യുമെൻറ്റും കാര്യമൊക്കെ നോക്കിയിട്ട് തന്നെ ഇപ്പോൾ തന്നെ അയച്ചു തരാം. നിങ്ങൾ ബാക്കിയുള്ള എത്ര ബെൻഡിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള സാലറിയും കാര്യമെല്ലാം ഫുള്ള് റിലീസ് ചെയ്യും ഇപ്പോൾ തന്നെ കേട്ടല്ലോ. ഓക്കെ കോളി ബാക്ക്. ഓക്കെ. ഓരോ തലവേദന. ഒരു ദിവസം ലീവ് എടുക്കുമ്പോൾ തന്നെ ഇവരുടെ പണിയും കൂടി ഇപ്പം ഞാൻ ഡബിൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കണം. എന്തിനാ പിന്നെ ഇവരെ തേങ്ങ ഇവരെ പണിക്ക് വെച്ചുള്ളവരൊക്കെ. എന്തേ പറയ്. നോമ്പൊക്കെ അല്ലേ, പെരുന്നാളാവാറായില്ലേ, ഞാൻ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കട്ടെ ഷമീർക്ക. ഇതൊന്നും മിണ്ടാണ്ടിരുന്നേ, അല്ലെങ്കിൽ അവിടെ തല പോഞ്ഞോണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് എനിക്ക് വീട്ടിൽ പോകാൻ. എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് എനിക്ക് ഉറക്കം വരില്ല നിനക്ക്. അതൊന്നും വേണ്ട, നീ മിണ്ടാണ്ട് പോയേ. അല്ല ഷമീർക്ക, ഉമ്മ വിളിച്ചിട്ട് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പോവാൻ തോന്നിയിട്ടേ ഷമീർക്ക. അതല്ല, നിനക്കിപ്പോൾ ഇത്ര പോവാണ്ട് ഇത്ര തിടുക്കുക നിനക്ക്. എന്നിട്ട് ഇത്ര മാത്രം എന്താ ഉള്ളത് അതിന് അവിടെ നിന്നിട്ട്? അല്ല ചോദിക്കുകയാണ്, ഇവിടെ നിനക്ക് എന്താ കുറവ്? കാറിന് പുറത്ത് പോകാൻ കാറ്, ഫോണിന് ഫോണ്, ഇവിടെ ഫുഡിനാണെങ്കിലും ഒരു കുറവില്ല. എന്താണ് അതൊക്കെ പിടിച്ച് കഴിക്കും പിടിക്കുക ചെയ്യുക. ഒക്കെ ഇവിടെ ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളൊക്കെ ഫുള്ളും ഡെലിവറിയും അതും മാങ്ങ തേങ്ങന്നിട്ടൊക്കെ ചെയ്യുന്നില്ലേ. ഒന്നിനോട്ട് കുറവില്ലല്ലോ. പിന്നെ ഇതിനാണ് എനിക്ക് അവിടെ പോയിട്ട് നിന്നെ അവിടെ എന്താ ഉള്ളത് ഞാൻ ചോദിക്കും. അവിടെ എന്താ ഉള്ളത് നിലയിൽ എനിക്ക്? ഇവിടുത്തെ അത് സുഖം എനിക്ക് കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ? എനിക്ക് എന്നെ കിട്ടിയത് ഭാഗ്യമല്ലേ നിനക്ക്? ഞാൻ ചോദിക്കുന്ന എന്നെ കിട്ടിയ എനിക്ക് ഭാഗ്യമല്ലേ? പിന്നെ എന്തിനാണ് നിനക്ക് ഇത്ര ഇത്? അവിടെ പോയിട്ട് വന്നിട്ട് ഇപ്പം 5-6 കിലോ കുറഞ്ഞൊരു കാട്ടി ഇവിടെ വന്നിട്ട് ഇടങ്ങാറാവാനാ. വയ്യ, പനി, അത് ഇത് പറഞ്ഞിട്ട് ഇല്ലാത്ത അസുഖം ഉണ്ടാവില്ല. എന്തിനാ ഷമീർക്ക് അങ്ങനെയൊക്കെ പറയണത്? പോവാണെങ്കിൽ പൊക്കോ, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞൂടെ? എന്തിനാ വീട്ടുകാരനൊക്കെ തൂക്കി പറയണത്? ഞാൻ എൻ്റെ വീട്ടുകാരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഒന്നാമത് നീ പോയി കഴിഞ്ഞാൽ വരുന്നത് ഏത് രീതിയിലാണ് നന്നിട്ട് എനിക്ക് എന്നിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ എന്താണ് വീട്ടിലുള്ളതെന്ന് ചോദിക്കണത്. ഒന്നാമത് അവിടെ നേരമാണ് ഇരിക്കാനൊരു നേരമാണ്. നീ ആക്ച്വലി ചിന്തിച്ചിട്ടുണ്ടാ? ഷെയ്സമോളൊക്കെ ഉള്ളതല്ലേ, പോയി കഴിഞ്ഞാൽ ഫുള്ളും കണ്ടില്ലേ വീടിൻ്റെ ഉള്ളൊക്കെ എന്താ അവസ്ഥ? ഒരു കോൺക്രീറ്റ് പോലും ഇട്ടിട്ടില്ല, ഫുള്ള് അലങ്കോലമായിട്ടാണ്. ആ മണ്ണിലും പൊടിയിലും ഇതൊക്കെ ഇട്ട് കളിച്ചിട്ട് ഇല്ലാത്ത ഇൻഫെക്ഷൻ കയറില്ല. ചെറിയ കുട്ടികളല്ലേ. എനിക്കൊക്കെ എന്താ പറഞ്ഞാൽ മനസ്സിലാവത്ത്? എത്ര പ്രാവശ്യം പറയുന്നത് നിൻ്റെ അടുത്ത് ഞാൻ? ഓരോ വയ്യാ കൂടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണോ? ഞാൻ പറഞ്ഞല്ലോ നീ പോകണ്ട, അത്രേ ഉള്ളൂ. ശരിയാ ഷമീർക്ക, എൻ്റെ ഉമ്മയൊന്നും ഇല്ലാത്തവരെന്നെ, അതിന് മാത്രം ഇത്ര കളിയാക്കേണ്ടതൊന്നുമില്ല. ഇതൊന്നും മിണ്ടാണ്ടുന്നത് വീടും കൂടുന്നു പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എന്നെ വർക്ക് പ്രഷറായിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുക. അപ്പോഴാണ് അവളുടെ ഒരു പോക്കും വരവ്. എന്ത് പോയാർന്ന് പ്രാന്ത്. പോയിട്ട് ഇനി അവിടെ അതൊക്കെ ചായ കിടക്കണ്ടല്ലോ. ആരത്? ഉമ്മ. എന്താ വിശേഷം മോളെ? സുഖം തന്നെ ഉമ്മ. സുഖാണല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഉമ്മ എന്താ അവിടെ തന്നെ നിക്കണവാ? വരാം മോളെ. മരുമോനോ? ഷമീർക്ക മോളിലാണ് ഉമ്മ. ഉണ്ണിയോ മോളെ? ഉണ്ണി ഉണ്ട് ഷമീർക്കാടെ അടുത്താ. ഉമ്മയുടെ വിശേഷം എന്താ? ഉമ്മയുടെ വിശേഷം ഒന്നും കേൾക്കല മോളെ. 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഓടി വന്നത്. മോളെ കണ്ടിട്ടും കുറേ ആയി. ഒന്ന് വന്ന് പോകാന്ന് പറഞ്ഞാൽ അവിടെ 4 പോത്തും കുട്ടികളെ വാങ്ങിയിട്ടുണ്ട്, ചെറിയ കുട്ടികളാ.
അവരെ ഒന്ന് പുറത്തേക്കാക്കാം. അവൻ പണിക്ക് പോണതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. എന്നിട്ട് 5-6 കിലോന്ന് പണിക്ക് ഓടണം. അതിന് ഉപ്പാക്ക് പറഞ്ഞ ഉപ്പാക്ക് അതൊന്നും ഇതാവൂല, പറഞ്ഞത് ഇതാവും. പണിക്ക് പോകും, പോത്തും കുട്ടികളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഐറ്റികളൊക്കെ ഒരു തരി പുല്ലരിയണം, വക്കോലിട്ട് കൊടുക്കണം, വീട്ടിൽ പണികൾ നോക്കണം. അതിൻ്റെ ഇടയിൽ മോളെ ഒന്ന് കാണാൻ വരണം പറഞ്ഞിട്ട് ഇതുവരെ സഹായിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ദിവസങ്ങളൊന്നും ഇല്ലല്ലോ, പണ്ട് രണ്ടും കൽപ്പിച്ച് ഞാനിങ്ങോട്ട് പോകുന്നതാണ്. ഉമ്മ ഇരിക്കുമാ. ഇരിക്കും മോളെ. അല്ല എൻ്റെ മോള് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എൻ്റെ മോൾക്കൊന്നും അങ്ങോട്ടൊക്കെ ഒന്ന് വന്നൂടെ? ഉമ്മക്ക് തന്നെ 100 കൂട്ടം കാര്യങ്ങൾ. മോൾക്ക് പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, മരോന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വന്നൂടെ? ഇവിടുത്തെ കാര്യം എന്തുമ്മാ, ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഷമീർക്കയാണ് നമ്മളില്ലാത്തവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കുത്തി കുത്തി പറയുക. രാവിലെ അടക്കം കൂടി ഓരോന്ന് പറഞ്ഞിട്ട് ആകെ ഇതായി. ഇന്ന് കാലത്ത് ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാനെ കാണണം ഷമീർക്കാന്ന് പറഞ്ഞപ്പോൾ അതിനൂടെ എന്നെ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചീത്ത പറയും മോളെ, നമ്മളതുമാതിരിയല്ലേ അവരോടൊക്കെ. നമുക്ക് അങ്ങനെയൊക്കെ വരാനും പോകാനും കൊണ്ടു തരാനും ഒന്നും മര്യാദ ചെയ്യാനും നമ്മളെ കയ്യിലില്ല. അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാലും മോളത് വലിയ കാര്യമൊന്നും ആക്കണ്ട. അതിലെ കേട്ടു ഇതിലെ വിട്ടോ, മോള് തിരിച്ച് മറുപടി ഒന്നും പറയാൻ പോകണ്ട. എന്താ നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഉപ്പ പറയണേ, ഇപ്പോൾ അന്ന് നിനക്ക് തുണി കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഉപ്പ പറയണേ, കല്യാണം കഴിഞ്ഞിട്ട് 4-5 കൊല്ലമായില്ലേ, ഈ 4-5 കൊല്ലം കൊണ്ടു കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ, മരുവാനെടുത്ത് കൊടുക്കും, നീയൊന്നും മിണ്ടാണ്ടിരിക്കുക, എനിക്ക് പണിയില്ലാണ്ടിരിക്കുകയല്ലേ, എൻ്റെ കയ്യിൽ കാശ് ഏത്, നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എടുക്കണം എന്നൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ കാശില്ല, നീയൊന്നും മിണ്ടാണ്ടിരിക്കുക, ഇനി ഇവിടെ ഉള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഉപ്പ. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇക്കാട് ചോദിച്ചപ്പോൾ ഇക്ക കുറച്ച് പൈസയൊക്കെ നുള്ളി ഇപ്പർക്ക് റോളിങ് ചെയ്ത് തന്ന്. എൻ്റെ മോൾക്ക് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ മോൾക്ക് ഒരു ഇത് വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതും കൊണ്ട് പാഞ്ഞ് വന്നാൽ മോളെ, അല്ലാണ്ട് ഉണ്ടായിട്ടൊന്നും അല്ല. അവർ പറയണ വേണ്ടിട്ട് മോളൊന്നും അങ്ങോട്ട് കടിച്ചു കീറി പോകണ്ട. എന്താന്നാ അങ്ങനെ തന്നെ നമ്മുടെ അവസ്ഥകൾ. അപ്പോൾ മോളിങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുക, എന്തോ പറഞ്ഞോട്ടെ, പറഞ്ഞാലും മോളത് തിരിച്ച് മറുപടി പറയാണ്ടിരുന്നാൽ മതി. നമ്മുടെ വീട്ടിലത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മോൾ ഒതുങ്ങി കൂടി കഴിഞ്ഞവരാ. അവരെന്തോ പറയട്ടെ, കുഴപ്പമില്ല, നമ്മളില്ലാത്തവരല്ലേ മോളെ, അവരൊക്കെ ഉള്ളവരല്ലേ, ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് സമാധാനമായിട്ട്. എന്നാ മോളെ, ഇതിലേ നിനക്കും മരുവനക്കും ഉണ്ണിക്കുള്ള ഡ്രസ്സ് ഉണ്ട്. എന്തിനാ ഉമ്മ പൈസ ഇല്ലാത്തവിടേക്ക് മേടിച്ചിട്ട് വരുന്നത്? അല്ല, ആരൊക്കെയത്? പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഈ വഴിക്ക് ഓർമ്മ ഉണ്ടല്ലേ? മരുമോനെ, ഞാൻ നിങ്ങൾക്കുള്ള ഡ്രസ്സായിട്ട് വന്നതാ, ഉണ്ണിക്കും മരുവനക്കും മോൾക്കുമായിട്ട്. പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ? ഇന്ന് പോയില്ലേ മരുവൻ? അപ്പൊ നമുക്ക് ഡ്രസ്സ് മേടിക്കാനുള്ള പൈസ ഒക്കെ ആയപ്പോ ഒരുപാട് വളർന്ന്. അതോ ഇനി വല്ല ഫുൾപാത്തിന് എങ്ങാനും പോയിട്ട് മേടിച്ചു കൊടുന്നാണോ? വല്ല 500-ന് 10-ന് 100-എന്നൊക്കെ കിട്ടല്ലോ, അത് പോയിട്ട് മേടിച്ചു കൊടുന്നാണോ? ലോക്കൽ സാധനമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും ഇടും പോലും ഇല്ലട്ടതൊന്നും. മോൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? മോന് അങ്ങനെ ഞങ്ങൾ മേടിക്കുമോ? ഏറ്റവും വില കൂടിയ നല്ല അടിപൊളി ഷർട്ടും പാൻറ്റും അതുപോലെ പെൺകുട്ടിക്കും മോൾക്കും എല്ലാം നല്ല വില കൂടിയ സാധനമാണ്. മോനൊന്ന് എടുത്ത് നോക്ക്. മോനക്ക് അങ്ങനെ ഫുൾപാത്തിലൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുമോ? ഇതന്നെ എനിക്കത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഒരു തരം ഇത്. എന്നിട്ട് മോൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അങ്ങനെയൊക്കെ ചെയ്യുമോ? എൻ്റെ മോനെ പോലെയല്ലേ മോനും? അതെ, മോനൊക്കെ തന്നെയാ. എൻ്റെ മോൾക്കും എൻ്റെ ഭാര്യക്കും മേടിച്ചു കൊടുക്കാനേ ഞാൻ നല്ലൊരു അധ്വാനിക്കുന്നുണ്ട്, നല്ല പൈസ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവൾക്കുള്ള കാര്യം എന്താണ് ഞാൻ ചെയ്തു കൊടുത്തോണ്ട്. നിങ്ങളെ ഈ പഴയ സാധനം ഉണ്ടല്ലോ, അപ്പം ഇപ്പോൾ മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ പഴയ ഡ്രസ്സ്, അതായിട്ട് നിങ്ങൾ നേരെ വിട്ടോ കേട്ടാ. നിങ്ങൾക്ക് തന്നെ അങ്ങനെ വില കുറവിൻ്റെ മേടിക്കുമോ? നോക്കിയേ മോനെ, ഇത് ഡ്രസ്സ് ഇതൊക്കെ ഒന്ന് നോക്കി നോക്കിയേ. ഇതൊക്കെ ഞാൻ ഇത്രയും വില കൂടിയ സാധനം, ഇതിൽ ബില്ലടക്കം ഉണ്ട്. മോനെടുത്ത് നോക്കി നോക്കും, ഒരു ഷർട്ടിനൊക്കെ എന്താ വില എന്ന്. മോനെന്താ ഇങ്ങനെ പറയുന്നു? ഫുൾപാത്തുനിന്ന് ഇത്രയ്ക്ക് ഞങ്ങൾ ഇല്ലാണ്ടാക്കുകയാണോ? ഒന്നും അല്ലെങ്കിലും മോൻ്റെ ഒരു അമ്മായിമ്മയല്ലേ, ഉമ്മാനെ പോലെയല്ലേ. ഇങ്ങനെയൊന്നും ആക്കരുത് മോനെ. നാളെ ഞങ്ങൾക്ക് വയ്യാണ്ടായ നീ നോക്കേണ്ട ഒരു മോനാണ്, നിനക്കും കൂടി ഒരു കടമയാണത്. ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് തരേണ്ട ഒരു മോനാണ്. പക്ഷെ ഇങ്ങനെ പറയരുത്. പക്ഷെ ഞങ്ങൾക്ക് കയ്യിലുള്ളത് കൊണ്ട് എൻ്റെ മോൾക്ക് തൃപ്തിപ്പെടാൻ നമ്മൾ എല്ലാ കൊല്ലം എടുത്തു തരുന്നത് ഒരു സമാധാനക്കേട്. ഇപ്രാവശ്യം ഇല്ലാലോ എന്ന് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ വന്ന്. പക്ഷെ ഇങ്ങനെ ഒരു കളിയാക്കി പോലെ ആക്കരുത് മോനെ. മോളെ, ഇന്ന് അമ്മ ഇറങ്ങട്ടെ. പോത്തും കുട്ടികൾക്ക് ചെന്നിട്ട് വേണം മോളെ വെള്ളം കൊടുക്കാൻ. അവിടെ ആരുമില്ല, ഇക്ക പണിക്ക് പോയി. ഉപ്പ ഇനി പുറത്തേക്ക് പോയിട്ടുണ്ടാവും, പാക്കുന്ന വരുമ്പോൾ കണ്ടില്ല. അപ്പം ഞാൻ പോട്ടെ. മരുവനത് പറഞ്ഞോട്ടെ, ഉമ്മക്കൊരു വിഷമമൊന്നുമില്ല കേട്ടാ. മോള് എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മതി, അതാണ് ഉമ്മക്ക് വേണ്ടത്.
എന്നാ ഉമ്മ ഇറങ്ങട്ടെ മോളെ. വരുവനാ, പോയിട്ട് വരാട്ടാ. എല്ലാവരും പെരുന്നാൾക്ക് അങ്ങോട്ട് വരി. നിന്റെ ഉമ്മ എന്താ ഇങ്ങനത്? ഒരിട്ട് പറഞ്ഞ മനസ്സിലാവില്ലത്. എന്തെങ്കിലും കാട്ട്. എനിക്കൊന്നും അല്ലട്ടെ നിന്റെ ഈ ഉമ്മയുടെ ഡ്രസ്സും അത് തയ്യുന്നു. നീ എന്തെങ്കിലും കാട്ട്. എന്തിനു ഷമീർക്ക് അങ്ങനെയൊക്കെ പറയണേ? പഠിച്ചാനുള്ളതൊന്നും ഓർക്കണം കേട്ടാ.